പ്രിയപ്പെട്ടവരോട് പറയുന്ന ഇനിയുള്ള രാവുകൾ നിസ്സാരമായി കാണല്ലേ. റമളാനിന്റെ അവസാന രാവുകളാ, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ട രാവുകളാ. ഒരു ജീവിതകാലം മുഴുവനും ഇബാദത്ത് ചെയ്ത കൂലി കിട്ടുന്ന മാസമാ. ഒരു ജീവിതകാലം മുഴുവനും 83 വയസ്സുള്ള ഒരാള് പോലും ഇവിടെ ഇല്ല. അങ്ങനെ 83 വയസ്സ് ജീവിക്കുമെന്ന് എനിക്കും നിങ്ങൾക്കും ഉറപ്പില്ല. ആ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ഒറ്റ ഒരു രാത്രി ലഭിച്ച ഒരായുഷ്കാലം മുഴുവനും ഇബാദത്ത് ചെയ്ത കൂലി കിട്ടുമെങ്കിൽ സഹോദരാ, അത് നീ നേടിയെടുക്കണ്ട്, അതിനു വേണ്ടി പരിശ്രമിക്കണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അല്ലാഹു റഹ്മത്തിന് 240 മണിക്കൂർ അല്ലാഹു നൽകി, 240 മണിക്കൂർ മഗ്ഫിറത്തിന് നൽകി. രണ്ടും കിട്ടിയോ ഇല്ലയോ എന്നറിയില്ല. എന്നാൽ അടുത്ത 240 മണിക്കൂർ അല്ലാഹു തന്നിരിക്കുന്നത് എന്തിനെന്നറിയോ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ 240 മണിക്കൂർ അല്ലാഹു തന്നിരിക്കുകയാ. ആ 240 മണിക്കൂറിൽ 1 മിനിറ്റ് മതി നിനക്ക് നരകത്തിൽ നിന്ന് കരകയറാറ്. അല്ലാഹുവേ, വഖൂദുഹന്നാസു വൽ ഹിജാറ, മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാറ് 240 മണിക്കൂർ വേണ്ട. ഒരു മിനിറ്റ് മതി വാപ്പാ, ഒരേ ഒരു മിനിറ്റ് മതി ചെറുപ്പക്കാരാ. ആ 1 മിനിറ്റ് നിനക്ക് റബ്ബിന്റെ മുമ്പിൽ ഇരുന്നിട്ട് പറയാൻ കഴിയുമോ? അല്ലാഹുവേ, എന്ത് ചെയ്തിട്ടാണെന്നറിയില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഈ 240 മണിക്കൂറിന്റെ ഇടയിൽ ഒരു നന്മയെങ്കിലും ചെയ്തിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണേ. സ്വർഗത്തിൽ സീറ്റുറപ്പിക്കണേ, സ്വർഗത്തിൽ സീറ്റുറപ്പിക്കണേ. ഇല്ലെങ്കിൽ നീ നല്ലവനല്ല, ഇല്ലെങ്കിൽ നീ നഷ്ടവാളിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ജീവിതത്തിൽ വന്ന പാപങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ തൗബ ചെയ്ത് നന്നായിക്കോ. പാപം ചെയ്യാത്ത ആരുമില്ലടോ, തെറ്റു ചെയ്യാത്ത ഒരാളുമില്ല. കുല്ലു ബനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഈന അത്തവാബൂ. നമ്മളാരും മലക്കുകളല്ല, നമ്മളാരും പ്രവാചകന്മാരല്ല, നമ്മൾ പാപം ചെയ്യുന്നവരാ. ഞാനും ചെയ്തവനാണ്, നിങ്ങളും ചെയ്തവരാണ്. അതുകൊണ്ട് പാപം ചുമക്കല്ലേ. ചെയ്തു പോയ പാപങ്ങൾ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ തൗബ ചെയ്ത് നന്നാകുന്നവനാണ് ഏറ്റവും നല്ലവനെന്ന് നബി തങ്ങൾ പറയുമ്പോ ഒരു പേടിയും വേണ്ടടോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഒരു സ്വഹാബി വന്നിട്ട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, ഞാനൊരു തെറ്റ് ചെയ്തു നബിയേ, ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ പശ്ചാത്തപിച്ചു, പിന്നെയും ഞാൻ തെറ്റ് ചെയ്തു, എന്ത് ചെയ്യണം നബിയേ? നബി തങ്ങൾ പറഞ്ഞു, രണ്ടാമതും തൗബ ചെയ്യണം. എന്നിട്ടും ഞാൻ ചെയ്തു നബിയേ. പിന്നെ എന്ത് ചെയ്തു? നബി തങ്ങൾ പറഞ്ഞു, മൂന്നാമതും തൗബ ചെയ്യണം. പിന്നെയും ഞാൻ ചെയ്തു നബിയേ. ഇനി ഞാൻ എന്ത് ചെയ്യണം? നബി തങ്ങൾ പറഞ്ഞു, പിന്നെയും തൗബ ചെയ്യണം. അല്ലാഹുവിന്റെ റസൂൽ ഈ ചെറുപ്പക്കാരെ ചോദിക്കുന്നതിനനുസരിച്ച് പിന്നെയും ചെയ്യണം, പിന്നെയും ചെയ്യണം, പിന്നെയും തൗബ ചെയ്യണം. നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ സ്വഹാബി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഏതുവരെ ഞാൻ തൗബ ചെയ്യണം നബിയേ? ഏതുവരെ ഞാൻ തൗബ ചെയ്യണം നബിയേ? ഇബ്ലീസ് പരാജയപ്പെടുന്നത് വരെ, ഇബ്ലീസ് തോറ്റുപോകുന്നത് വരെ നീ തൗബ ചെയ്യണം ചെറുപ്പക്കാരാ. അല്ലാഹുവേ, ഇബ്ലീസിന് മനസ്സിലാകണം, ഇബ്ലീസിന് മനസ്സിലാകണം, ഇവനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല, ഇവനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല. ഇവൻ പാപം ചെയ്താ തൗബ ചെയ്യും, അവസാനം ഇബ്ലീസ് തോറ്റു പോകണമടോ. അതുപോലെ തൗബ ചെയ്യണം സഹോദരാ. അതുകൊണ്ട് പടച്ചവനെ, അല്ലാഹുവിന്റെ മുമ്പിൽ പശ്ചാത്തപിക്കാൻ ഇതുപോലെ നല്ല ഒരു മജ്‌ലിസ് കിട്ടുമ്പോ അവിടെ ഇരുന്ന് കൊണ്ട് പടച്ചവനോട് തൗബ ചെയ്തിട്ട് വേണം നമുക്ക് പിരിയാർ. അല്ലാഹുവേ, ഞങ്ങളുടെ തൗബയെ സ്വീകരിക്കണേ അല്ലാഹ്.
തൗബ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും നമുക്കറിയില്ലടോ. 27-ാം രാവിന്റെ അന്ന് രാത്രിയിൽ കുളിച്ചൊരുങ്ങിയിട്ട് പോവുകയാണ്. എവിടെ പോവുകയാ? തൗബ ചെയ്യാൻ പോകുകയാ സഹോദര. അതിനല്ല തൗബ എന്ന് പറയുന്നത്. തൗബ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നറിയോ? അതിനൊരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദുആയൊന്നും വേണ്ട. പടച്ചവനെ പറയേണ്ടതുപോലെ ഒരു വാക്ക് പറഞ്ഞാ മതി. അസ്തഗ്ഫിറുല്ലാഹല്ലദീ, ഒരസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാ മതി, ഒരസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാ മതി. അത് പറയേണ്ടതുപോലെ പറയണം, ചുമ്മാതെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മളൊക്കെ തെറ്റ് ചെയ്തവരാ, പാപം ചെയ്യാത്ത ആരുമില്ല. അള്ളാഹു നമ്മുടെ പാപം പുറത്തുവരുമാറാകട്ടെ. ചിലത് നാട്ടുകാരറിയുന്നു, ചിലത് വീട്ടുകാരറിയുന്നു, ചിലത് ആരും അറിഞ്ഞിട്ടില്ല. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ പിഴവുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. ആ പിഴവുകൾ മുഴുവനും അള്ളാഹുവിൻ്റെ മുമ്പിൽ പറഞ്ഞ് ദുആ ചെയ്തിട്ട് നമുക്ക് യാത്രയാകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് തൗബ ചെയ്തൂടെ? ഒന്ന് തൗബ ചെയ്തൂടെ? നിങ്ങളെന്താ ഇൻഷാ അല്ലാഹ് പറയണേ? തൗബ ചെയ്തൂടെ? തൗബ എന്ന് പറഞ്ഞാൽ എന്താ? തൗബ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ തൗബ ഇങ്ങനെ പോയി 27-ാം രാവിൻ്റെ അന്ന് കുളിച്ചൊരുങ്ങി പോയിട്ട് അങ്ങ് നേടാന്ന് പറഞ്ഞ് അടക്കാം. 27-ാം രാവിൻ്റെ അന്ന് ആ 80 വർഷം അല്ലെങ്കിൽ 83 വർഷക്കാലം ഇബാദത്ത് ചെയ്ത കൂലി വാങ്ങാൻ വേണ്ടി ഇങ്ങനെ കവറും ചാക്കുമായിട്ട് നടക്കാം നമ്മൾ, അല്ലേ? ഇവിടെ തൗബ എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും എനിക്കും അറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തർ ചെയ്ത തൗബകളുടെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നമ്മളൊക്കെ എന്താ കാണിക്കണേന്ന്. നമ്മൾ തൗബ ചെയ്യുന്ന കാണുമ്പോൾ ശൈത്താൻ ഇങ്ങനെയെന്ന് ചിരിക്കുക. സാധാരണ ഒരാൾ തൗബ ചെയ്യുമ്പോൾ ശൈത്താൻ കരയുന്ന, പക്ഷെ നമ്മുടെ തൗബ കേൾക്കുമ്പോൾ ഇവൻ കാണിക്കണ കോമഡി കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കണ പോലെ ഇബ്ലീസിന് പോലും ചിരി വരികയാണ്. തൗബ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? ഞാനൊരു ചെറുപ്പക്കാരൻ്റെ തൗബ പറഞ്ഞുതരാം. ഞാനൊരു ചെറുപ്പക്കാരൻ്റെ തൗബ പറഞ്ഞു തരാം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമായി നടക്കുന്ന സഹാബിയാണ് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ. ഒരിക്കൽ നബിതങ്ങൾ ഒരാവശ്യത്തിന് വേണ്ടി ഈ ചെറുപ്പക്കാരനെ പറഞ്ഞു വിട്ടു. അങ്ങനെ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ ഇങ്ങനെ ഒരു വീടിന്റെ പരിസരത്തുകൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പെണ്ണ് നിന്ന് കുളിക്കുന്നുണ്ട്. ഒരു സുന്ദരിയായ പെണ്ണ് നിന്ന് കുളിക്കുന്നുണ്ട്. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ പെണ്ണ് കുളിക്കുന്നത് കണ്ടപ്പോൾ അവിടെ നിന്ന് അങ്ങ് നോക്കി. കുറെ കഴിഞ്ഞപ്പോഴാണ് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിന് തോന്നിയത്, പടച്ചോനെ ഞാൻ ചെയ്യണത് എന്താ? പാവമില്ല, എന്താ ഞാൻ ചെയ്തേ? ഒരു പെണ്ണ് കുളിക്കുന്നത് ഞാൻ കണ്ടല്ലോ അല്ലാ, ഇത് വ്യഭിചാരമാണല്ലോ അല്ലാ. റഹ്മാനായ അല്ലാ, ഇനി ഈ കണ്ണുകൊണ്ട് ഞാൻ നബിതങ്ങളുടെ മുമ്പിൽ എങ്ങനെ പോകും? ഈ പെണ്ണിന്റെ ഔറത്ത് കണ്ട ഞാൻ ഈ കണ്ണുകൊണ്ട് ഞാൻ എങ്ങനെ നബിതങ്ങളെ നോക്കും? അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെ കടന്നു പോകും? ഞാൻ പാവിയ, ഞാൻ വ്യഭിചാരിയ. ഒരൊറ്റ ഓട്ടം സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ. പിന്നെ ആരും കണ്ടിട്ടില്ല. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഓടുകയാ. പടുത്തു കിടക്കുന്ന മലരാരണ്യത്തിലൂടെ, മലഞ്ചെരിവിലൂടെ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ തെറ്റ് ചെയ്തു പോയല്ലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് നടക്കുകയാ. ഞാൻ നരകത്തില, ഞാൻ നരകത്തിന്റെ വിറകുകൊള്ളിയ. ഇങ്ങനെ കരഞ്ഞ് ദുആ ചെയ്ത് ഭക്ഷണമില്ല, പാനീയമില്ല, ഇങ്ങനെ നടക്കാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഴ്ചകൾ കഴിഞ്ഞു, 40 ദിവസം കഴിഞ്ഞു. ആ ചെറുപ്പക്കാരൻ ആരും കണ്ടിട്ടില്ല. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ ഇങ്ങനെ കരഞ്ഞു ദുആ ചെയ്ത് ഇങ്ങനെ മലഞ്ചെരിവിലൂടെ നടക്കുകയാ. 40 ദിവസം കഴിഞ്ഞപ്പോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ദാ വരുന്നു മുഖറബുൽ അംലാഖു മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അതാം നരകത്തെ ഭയന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്ന സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ, ആ ചെറുപ്പക്കാരന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചെന്ന് പറയണേ നബിയേ. ആരാവെന്ന് പറയുന്നത് ജിബ്രീലാണ്. ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വിടുകയാണ്, ആ ചെറുപ്പക്കാരന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചെന്ന് പറയാറ്. അപ്പൊ എത്രത്തോളം കരഞ്ഞിട്ടുണ്ടാകുമടോ? 40 ദിവസം മലഞ്ചെരിവിലൂടെ കരഞ്ഞ് നടക്കുകയാണ്. പടുത്തു കിടക്കുന്ന മണ്ണുവാരി ശരീരത്തിലിട്ട് നിലവിളിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് സുബഹിക്ക് പള്ളിയിൽ വന്നു. നിസ്കാരം കഴിഞ്ഞു.
നബി തങ്ങൾ ചോദിക്കുന്നു സ്വഹാബാ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എവിടെ സഹാബാ യാ റസൂലല്ലാഹ് കാണാനില്ല നബിയേ എവിടെ പോയെന്നറിയില്ല നബിയേ ഒരു മാസം കഴിഞ്ഞു നബിയേ അല്ലാഹുവിന്റെ റസൂൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു രണ്ട് സ്വഹാബികളെ വിളിക്കുകയാണ് എവിടെയുണ്ടെങ്കിലും എൻ്റെ മുമ്പിൽ കൊണ്ടുവരണം സഅലബ എവിടെയുണ്ടെങ്കിലും വിളിച്ചു കൊണ്ടുവരാൻ നബി തങ്ങൾ രണ്ട് സ്വഹാബത്തിനെ പറഞ്ഞു വിടുകയാണ് ഉമർ തങ്ങളും സൽമാൻ തങ്ങളും തിരഞ്ഞു നടക്കുകയാണ് പടച്ചവനെ രാവിലെ സുബഹി കഴിഞ്ഞ് തഥാ അന്വേഷിക്കുകയാണ് ദുഹറിന്റെ സമയം കഴിഞ്ഞു എവിടെയാണെന്നറിയില്ല അവര് മലഞ്ചെരുവിലൂടെ പല വീടുകളും പല പ്രദേശങ്ങളും നടക്കുകയാണ് അവസാനം ഉച്ച കഴിഞ്ഞപ്പോ രണ്ടുപേരും ഒരു മലഞ്ചെരുവിന്റെ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാട്ടിടയനായ മനുഷ്യൻ വരികയാണ് ഉമർ തങ്ങൾ ചോദിക്കുന്നു മനുഷ്യ നരകത്തെ ഭയന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്ന സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആടുമായിട്ട് പല മലഞ്ചെരുവിലും പോകുന്ന ആളാണല്ലോ ആട്ടിടയനായ മനുഷ്യൻ പറഞ്ഞു ഉമറേ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ ആണോ എന്ന് എനിക്കറിയില്ല ഒരു ദിവസം എൻ്റെ ആടുകളുമായി വെള്ളമെടുക്കാൻ ഞാനൊരു മലഞ്ചെരുവിലേക്ക് ചെന്നപ്പോ ഒരു ചെറുപ്പക്കാരൻ മലയുടെ മുകളിൽ നിന്ന് നിലവിളിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നുണ്ട് മണ്ണ് വാരി തലയിലിടുന്നുണ്ട് നരകത്തിലാ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് ഇന്ന ഭാഗത്ത് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളെ തിരയുന്ന ചെറുപ്പക്കാരൻ അവനായിരിക്കാം ആട്ടിടയന് പറഞ്ഞു കൊടുത്ത അടയാളം വെച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ ആ മലഞ്ചെരുവിന്റെ ഭാഗത്ത് ചെല്ലുമ്പോ അതാ മലയുടെ മുകളിൽ നിന്ന് നിലവിളിച്ചു കൊണ്ടിറങ്ങി വരികയാണ് വസ്ത്രമെല്ലാം കീറിപ്പറഞ്ഞ് എല്ലും തോലുമായി പടച്ചവനെ മുടിയൊക്കെ ജട പിടിച്ചു പോയ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ മലഞ്ചെരുവിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പഴുത്ത് കിടക്കുന്ന മണൽ കടന്ന് ഉരുളുകയാ മണ്ണുവാരി ശരീരത്തിലിടുകയാ തെറ്റു ചെയ്തു പോയല്ല റബ്ബേ നരകത്തിലാണല്ലോ അല്ലാ മരിച്ചാ മതിയായിരുന്നു റബ്ബേ പഴുത്ത് കിടക്കുന്ന മണ്ണുവാരി ശരീരത്തിലിട്ടിട്ട് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കടന്ന് കരയുകയാണ് അല്ലാഹുവേ ഉമർ തങ്ങളെ വിളിക്കുന്നു സഅലബ എന്തു കോലമാണ് സഅലബ അല്ലാഹുവിന്റെ റസൂൽ നിന്നെ വിളിക്കുന്നു സഅലബ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ നിന്നെ വിളിക്കുകയാണ് ഞാൻ വരൂല അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഞാൻ വരൂല ഞാൻ പാപിയാണ് ഞാൻ മുത്തുനബിയുടെ മുമ്പിൽ വരൂല ഉമർ തങ്ങൾ പറഞ്ഞു നബി തങ്ങൾ വിളിക്കുന്നു സഅലബ അവിടെന്ന് പറഞ്ഞു എന്റെ കാലിൽ കയറ് കെട്ടിയിട്ട് എന്നെ നിങ്ങൾ ഈ കിടക്കുന്ന മണ്ണിലൂടെ വലിച്ചിടച്ചു കൊണ്ടുപോക്കോ അല്ലാതെ ഞാൻ വരൂല ഉമർ തങ്ങൾ പറഞ്ഞു പറ്റൂല അവസാനം പടച്ചവര് കൊണ്ടുപോകുമെന്ന് സഅലബയ്ക്ക് മനസ്സിലായപ്പോ സഅലബ പറഞ്ഞു എന്നെ നിസ്കരിക്കുമ്പോ വേണം കൊണ്ടുപോകാൻ എന്നെ നിസ്കരിക്കുമ്പോ വേണം കൊണ്ടുപോകാൻ അല്ലാതെ എന്നെ കൊണ്ടുപോകരുത് അങ്ങനെ ഉമർ തങ്ങൾ അംഗീകരിക്കുകയാണ് പടച്ചവരെ നമസ്കാരം നടക്കുന്ന സമയത്താണ് പള്ളിയിലേക്ക് കടന്നു വന്നത് എല്ലാരും ഉളുവെടുത്തിട്ട് നിസ്കരിക്കുകയാണ് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനും നിസ്കരിക്കാൻ പള്ളിയിലേക്ക് കയറി ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഓതുന്ന സൂറത്ത് ഏതെന്നറിയുമോ
അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂന കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂന. അല്ലാഹുവിന്റെ റസൂൽ ആയത്ത് ഓതുന്നത് കേട്ടപ്പോ സഅലബ പിടഞ്ഞ് താഴേക്ക് വീഴുകയാ. സഅലബ പിടഞ്ഞ് താഴേക്ക് വീഴുകയാ. പടച്ചവനെ അവിടുന്ന് നമസ്കാരം കഴിഞ്ഞു, അവിടുന്ന് നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകന് സഅലബയുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഅലബ അല്ലാഹു പുറത്തിരിക്കുന്നു. സഅലബ ഇതെന്തോ കോലമാണ്. സഅലബ വീട്ടുകാര് തെരഞ്ഞു നടക്കുകയാണ്. സഅലബ അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടം തോന്നിയടോ. അതുപോലെ എല്ലും തോലുമായിരിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, സഅലബയെ വീട്ടിൽ കൊണ്ടുപോകാറ് അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു. സഅലബ നിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. സഅലബ നബി തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു വീട്ടിൽ കൊണ്ടുവിടാറ്. വാപ്പാ 8 ദിവസം കഴിഞ്ഞപ്പോ അതാ വരുന്നു സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. നബി തങ്ങളുടെ ചാരത്തേക്ക് കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. മുത്തുനബിയേ, സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ. നബിയേ, കരച്ചലാ നബിയേ, രാവും പകലും കരച്ചലാട്. ഭക്ഷണം കഴിക്കാറില്ല, ഉറങ്ങാറില്ല. ഈ 8 ദിവസമായിട്ടും കരച്ചലാ നബിയേ. തെറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നരകത്തിലാടെന്ന് പറഞ്ഞിട്ട് നിലവിളിയാട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടേക്ക് കടന്നു ചെല്ലുകയാണ്. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് നബി തങ്ങൾ കടന്നു ചെല്ലുമ്പോ പടച്ചവനെ മുത്തുനബിക്ക് മനസ്സിലായി സക്കറാത്തിന്റെ അവസ്ഥയിലാ, മരിക്കാൻ പോകുകയാണെന്ന് മനസ്സിലായി. അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്തുപോയി അബ്ദുറഹ്മാൻ ആ ചെറുപ്പക്കാരന്റെ തലയെടുത്തിട്ട് മുത്തുനബി തന്റെ മടിയിൽ വെക്കുകയാണ്. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിന്റെ തലയെടുത്തിട്ട് നബി തങ്ങൾ തന്റെ മടിയിലേക്ക് വെക്കുമ്പോ ആ തലയങ്ങ് വലിക്കുകയാണ്. നബി തങ്ങളുടെ മടിയിൽ നിന്ന് തല വലിച്ച് താഴെയിടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സഅലബ ഇഷ്ടമായില്ലേ? സഅലബ ഇഷ്ടമായില്ലേ? സഅലബ ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ എന്റെ മടിയിലൊന്ന് തലവെക്കാറ്, എന്റെ മടിയിൽ കിടന്നൊന്നു മരിക്കാറ്. ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുമല്ലോ. നീ എന്തേ തലവലിക്കുന്നത്? നീ എന്തേ തലവലിക്കുന്നത്? സഅലബ പറയുന്നു, യാ റസൂലല്ലാഹ് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല നബിയേ, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല നബിയേ, അങ്ങയുടെ മടിയിൽ കിടന്നു മരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നബിയേ. എനിക്ക് വല്ലാത്ത മോഹമുണ്ട്. പിന്നെ എന്തിനാ നീ തലവലിച്ചത്? നബി തങ്ങൾ ചോദിക്കുന്നു, എന്തിനാണ് നീ തലവലിച്ചത്? യാ റസൂലല്ലാഹ് എനിക്കതിനുള്ള അർഹതയില്ല നബിയേ, എനിക്കതിനുള്ള യോഗ്യതയില്ല നബിയേ. ഞാൻ പാവിയാ നബിയേ, ഞാൻ പാവിയാ നബിയേ, ഞാൻ നരകത്തിന്റെ അവകാശിയാ നബിയേ. ഈ മണ്ണിൽ കിടന്നു മരിക്കുമ്പോ അല്ലാഹു എന്നോട് കരുണ കാണിച്ചാലോ? ഞാൻ അത്രയും വലിയ പാവിയാട്. മുത്തുനബിയുടെ മുമ്പിൽ കിടന്ന് കരയുമ്പോ ഈ വാഴകൾ കാമെന്നിരിക്കുന്ന മുസ്ലിമേ, സഅലബ കള്ളു കുടിച്ചതിന്റെ പേരിലല്ല, വ്യഭിചരിച്ചതിന്റെ പേരിലല്ല, ശിർക്ക് ചെയ്തതിന്റെ പേരിലല്ല, ഏതെങ്കിലും കൊടും അപരാധം ചെയ്തതിന്റെ പേരിലല്ല, വഴിയിലൂടെ നടന്നു പോകുമ്പോ കുളിച്ചുകൊണ്ടിരുന്ന ഒരു പെണ്ണിന്റെ ഔറത്തൊന്നറിയാതെ നോക്കിപ്പോയതിന്റെ പേരിൽ, ഒന്ന് കണ്ടുപോയതിന്റെ പേരിൽ 48 ദിവസം നിലവിളിച്ചിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തിട്ട് നെഞ്ചു പൊട്ടിയിട്ട് ലോകത്തോട് വിട പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, സഹോദര
സഹോദരാ, ഞാനും നിങ്ങളും എത്ര വലിയ പാപം ചെയ്യുന്നവരാ, എന്നിട്ട് നമുക്ക് പേടിയില്ലടോ. മൂക്കിന്റെ മുകളിലിരിക്കുന്ന ഈച്ചയെ പായിച്ചു കളയുന്നത് പോലെ പാപം ചെയ്തിട്ട് ഞാനും നിങ്ങളും ഇങ്ങനെ നടക്കുകയാണ്. ചെറുപ്പക്കാരാ, 50-60 വയസ്സുള്ള നിന്റെ വാപ്പ ഒരു വീടി പോലും വലിച്ചിട്ടില്ലടാ. അത് ലഹരിയാണെന്ന് പറഞ്ഞിട്ട് അതുപോലും നിന്റെ ഉപ്പ വലിച്ചിട്ടില്ല. നീ മയക്കുമരുന്നും വലിച്ചിട്ടും ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ അകത്ത് കയറി പോകുന്നവരാ. വയസ്സ് 18-20 വയസ്സല്ലേ ആയുള്ളൂ. നീ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ല, നീ കഞ്ചാവ് വലിക്കുന്നില്ല, ഫർദ ധരിച്ച് നടക്കുന്ന പെണ്ണേ. 50 വയസ്സുള്ള നിന്റെ ഉമ്മാടെ ശരീരത്ത് നിന്റെ വാപ്പയല്ലാതെ ഒരാള് പോലും തൊട്ടിട്ടില്ല. എന്നാൽ എന്റെ ചെറുപ്പക്കാരികളായ സഹോദരിമാരോട് നിനക്ക് പറയാ ധൈര്യമുണ്ടോ മോളെ? കാമുകന്റെ കൂടെ പോയി സർവ്വതം കഴിഞ്ഞ് ഫർദയും ധരിച്ച് വീട്ടിൽ വന്ന് സലാം പറഞ്ഞ് ഉമ്മാനെ ചുംബനം കൊടുത്ത് പറ്റിച്ചിട്ട് ബെഡ്റൂമിന്റെ അകത്ത് കയറി ഇരുന്നിട്ട് മൊബൈലിലൂടെ അത് പറഞ്ഞു ആസ്വദിക്കുന്ന യുവത്വമേ, മനക്കുത്തെന്ന് പറയുന്ന ഒന്നില്ലേ, മനസാക്ഷി എന്ന് പറയുന്ന ഒന്നില്ലേ? എന്തു പറ്റിയടോ സഹോദരാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എല്ലാത്തിനും ഒരു അവസാനം വേണം. എന്തിനും ഒരു അവസാനമുണ്ടോ? ഓരോ പ്രാവശ്യം രക്ഷപ്പെടുന്നത് നിന്റെ കഴിവാടെന്ന് കരുതണ്ട. പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്നാണ്. അതുകൊണ്ട് പരിശുദ്ധമായ റമളാൻ നഷ്ടപ്പെട്ടാൽ അത് മോശമായ ഒരാൾക്കല്ലാതെ നഷ്ടപ്പെടൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അല്ലാഹു തന്ന അവസരമാണ്. കരയണോ, പൊട്ടിക്കരയണോ, ദുആ ചെയ്യണോ, തൗബ ചെയ്യണോ, എല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ പറയേണ്ടതുപോലെ പറ. നിന്റെ റബ്ബാരാണെന്നറിയോ? 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ, 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവരാ നിന്റെ അല്ലാ. പെൺമക്കളെ ജീവനോടെ കുടിച്ചു മൂടിയ ആ കാട്ടറബികൾക്ക് പുറത്തു കൊടുത്തവനാ അല്ലാ. ഒരു പേടിയും വേണ്ട. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ. ഈ ആയത്ത് മതിയടോ. പാപം ചെയ്തവന് വേറെ ഒന്നും വേണ്ടടോ. ഈ ആയത്ത് മതി. അല്ല പറഞ്ഞതാണ്. ഈ ആയത്ത് പറഞ്ഞിട്ട് റബ്ബിനോട് പറയണമല്ലാ, പറ്റിപ്പോയതാ പടച്ചവരെ, ജീവിതത്തിൽ സംഭവിച്ചു പോയി തമ്പുരാരെ, ഒരവസരം താല്ലാ, എനിക്കൊരവസരം താല്ലാ എന്ന് പടച്ചവരോട് പറഞ്ഞാ പുറത്തു തരുന്നവനാ നിന്റെ അല്ലാ. പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീ അല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്ന വലച്ചതാ, നഫ്സെന്ന ഉന്തി തെള്ളിവിട്ടു ചാദിച്ചതാ, അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. അല്ലാഹുവോട് പറയണം, പറ്റിപ്പോയി പടച്ചവരെ, അല്ലാഹുവേ എന്റെ നഫ്സെന്നെ ചതിച്ചു പടച്ചവരെ, സാഹചര്യം കൊണ്ട് ചെയ്തു പോയതാണ് തമ്പുരാരെ. എന്നിട്ട് അല്ലാഹുവോട് മറക്കാതെ പറയേണ്ട ഒരു പോയിന്റ് ഉണ്ട്. അല്ലാഹുവോട് തൗബ ചെയ്യുമ്പോ മറക്കാതെ പറയേണ്ട ഒരു പോയിന്റ് ഉണ്ട്. പറയേണ്ടത് എന്തെന്നറിയോ? എന്ത് ചെയ്താലും നീ കാണുന്നവനാ, എന്ത് ചെയ്താലും നീ കാണുമെന്ന് എനിക്കറിയാമല്ല, എന്നിട്ടും ചെയ്തത് ധിക്കാരമല്ല. നീ കണ്ടാൽ എനിക്കൊരു ചുക്കുമില്ലെന്ന് പറഞ്ഞിട്ട് ചെയ്തതല്ല. പറ്റിപ്പോയി പടച്ചവനെ, എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി തമ്പുരാരെ, എനിക്ക് നീ പുറത്തു തരണേ അല്ലാ എന്ന് റബ്ബിന്റെ മുമ്പിൽ തൗബ ചെയ്തിട്ട് മടങ്ങിക്കോ. ഇതുപോലൊരു അവസരം കിട്ടണമെന്നില്ല. നാളെ സിൻസാർലഹൂദബിയുടെ വഴുത് പറയും, മറ്റേ നാള് ആ കോട് ഉസ്താദ് വഴുത് പറയും. ചിലപ്പോ നീ മട്ടന്നൂർ പള്ളിയുടെ കബർസാലിലാകാവാപ്പാ. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാ. നിന്ന നിപ്പിന് മനുഷ്യന്മാര് വീണു മരിക്കുന്ന കാലവാ. പെങ്ങളെ കിട്ടുന്ന അവസരം മുതലാക്ക്. നാളെ ജീവിച്ചിരുന്നാൽ
കഴിഞ്ഞാലല്ലേ തൗബ ചെയ്യാൻ പറ്റൂ. 27-ാം രാവിന് നിനക്ക് ആയുസുണ്ടെങ്കിലല്ലേ നിനക്ക് പള്ളിയിൽ പോകാൻ പറ്റൂ. അതുകൊണ്ട് ഇവിടെന്ന് വീടെത്തുമെന്നുറപ്പില്ല. ഈ വഅദ് പറയുന്ന ഞാൻ പടച്ചവനെ ദുആ ചെയ്യാനുണ്ടാകുമോ എന്നെനിക്കുറപ്പില്ലല്ലോ. അതുകൊണ്ട് വാപ്പാ, അല്ല തന്ന അവസരമാ, അല്ല തന്ന അവസരമാ. കളയല്ലേ പെങ്ങള്, കളയല്ലേ ചെറുപ്പക്കാരാ. അതുകൊണ്ട് 21-ാമത്തെ നോമ്പ് പിടിച്ചിരിക്കുന്നവര് അല്ലാഹുവിന്റെ മുമ്പിൽ നട്ടുച്ച സമയമാണ്. പറയേണ്ടത് പറഞ്ഞോ, തൗബ ചെയ്യേണ്ടവര് തൗബ ചെയ്തോ. അല്ലാഹുവേ, നീ ഞങ്ങൾക്കൊരവസരം തരണേ അല്ലാ. ഞങ്ങളെ നന്നാക്കണേ അല്ലാ, ഞങ്ങളെ നന്നാക്കണേ അല്ലാ. റമളാൻ മാസം വന്നിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വന്നില്ലെങ്കിൽ ഇനി ഏത് കാലത്ത് നന്നാകാനാണ് റബ്ബേ. ഞങ്ങളുടെ ദുആയ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളുടെ തൗബയെ സ്വീകരിക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ തൗബ ഇതായിരുന്നു. 48 ദിവസം. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മളോ 48 മിനിറ്റ് ഞാനും നിങ്ങളും തൗബ ചെയ്യോ? നമ്മുടെ തൗബ എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ല പുറത്തതാ, അല്ല പുറത്തതാ. അല്ല എവിടെ പൊറുക്കാന് ചങ്ങാതി? എവിടെയാ അള്ളാഹു നിനക്ക് പുറത്തു തരുന്നത്? അതുകൊണ്ട് പറയേണ്ടതുപോലെ അള്ളാഹിനോട് പറ, പറയേണ്ടതുപോലെ പടച്ചവനോട് പറ. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുമാറാകട്ടെ. അള്ളാഹു നമ്മളെ നരകത്തിൽ നിന്ന് കരകയറ്റുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാൻ മാസം നമ്മളിൽ നിന്ന് വിട പറയാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ആ പുണ്യമായ റമളാൻ മാസത്തിലെ ഏറ്റവും മഹത്വമേറിയ രാവുകളിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. 30 ദിവസമാണ് ഒരു മാസക്കാലം റമളാൻ ഉണ്ടെങ്കിലും ആ റമളാനിന്റെ ഏറ്റവും മഹത്വമേറിയ രാവുകളാണ് അവസാനത്തെ 10 ദിവസം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തിൻ്റെയും അവസാനത്തിന് വലിയ സ്ഥാനമാ, വലിയ മഹത്വമാ. ഈ ഇരിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം തന്നെ നമ്മുടെ അവസാനം നന്നാകണമെന്നാണ്. ഈ ലോകത്ത് നീ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താണെന്ന് ചോദിച്ചാൽ, ഉസ്താദ്, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനുള്ള ഒരു മരണം എനിക്ക് വേണം. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ ചിത്രം കണ്ടുകൊണ്ട് വെള്ളിയാഴ്ച രാവിലോ പകലിലോ എനിക്ക് മരിക്കണം. ഇതാണ് ഓരോ മനുഷ്യന്റെയും ആഗ്രഹം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്തിൻ്റെയും അവസാനം നന്നാകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിന് വല്ലാത്ത മഹത്വമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ റമളാനിന്റെ ഏറ്റവും മഹത്വമേറിയ ആ ദിനരാത്രങ്ങളിലേക്ക് ഞാനും നിങ്ങളും കടന്നിരിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പരിശുദ്ധമായ റമളാനിന്റെ ഓരോ ദിവസം തുടക്കം മുതൽ ഇന്ന് 21-ാമത്തെ നോമ്പ് പിടിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസമാണ് വിശുദ്ധമായ റമളാൻ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ അവതരിപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത മാസമാണ് റമളാൻ. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. ആ പരിശുദ്ധമായ ഖുർആൻ ഇറക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത മാസമാണ് റമളാൻ. ആ ഖുർആൻ ഇറങ്ങിയ മാസമാണ് പരിശുദ്ധമായ റമളാൻ. ആ ഖുർആൻ ഇറങ്ങിയ മാസത്തിലൂടെ ഞാനും നിങ്ങളും സഞ്ചരിച്ചു പോകുമ്പോ ആ പരിശുദ്ധമായ ഖുർആനിന് നമ്മളോട് ചിലത് പറയാനുണ്ടോ? ആ വിശുദ്ധമായ ഖുർആനിന് നമ്മളോട് ചിലത് പറയാനുണ്ട്. ഇന്ന് വളർന്നു വരുന്ന യുവതലമുറയോട് ആ ഖുർആനിന് പറയാനുള്ളത് എന്താണെന്നൊന്ന് കേൾക്കുവാനും ഇന്നത്തെ തലമുറയ്ക്ക് സമയമില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മാതാപിതാക്കളോട് വളർന്നു വരുന്ന യുവതലമുറയോട് ആ പരിശുദ്ധമായ ഖുർആനിന് പറയാനുള്ളത് എന്താണെന്നെങ്കിലും ഒന്ന് കേൾക്കാൻ തയ്യാറാകണേ. ആ ഖുർആനിനെ ഒന്ന് മനസ്സിലാക്കാൻ തയ്യാറാകണേ. ആ ഖുർആൻ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യേണ്ട മാസമാണ് റമളാൻ.
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നബിതങ്ങള് പോലും ഖത്തം തീർത്ത മാസമാണ് റമളാൻ. ആ വിശുദ്ധമായ റമളാനിൽ പടച്ചവനെ ഖുർആൻ പറയുന്നത് എന്താണെന്ന് ഞാനും നിങ്ങളുമെന്ന് മനസ്സിലാക്കിയാൽ മനസ്സിലാക്കേണ്ടതുപോലെ ആരും മനസ്സിലാക്കുന്നില്ലടോ. ആ ഖുർആൻ മനസ്സിലായി കഴിഞ്ഞാൽ ആ ഖുർആനിൽ അല്ലാഹു പറയുന്നത് എന്താണെന്നൊരു മനുഷ്യന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഉപദേശത്തിന്റെ ആവശ്യമില്ലല്ലോ, വഅദുകളുടെ ആവശ്യമില്ലല്ലോ. പടച്ചവനെ മനസ്സിലാക്കേണ്ട രീതിയിൽ അതങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു മുസ്ലിമിനെ നോക്കിയിട്ട് മറ്റുള്ളവർ പഠിക്കുകയാണ്. ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ ജീവിതം എങ്ങനെയാകണമെന്നറിയുമോ? ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരെന്നറിയുമോ? ഒരു മുഅ്മിനിന്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പരിശുദ്ധമായ കഅബാലയത്തെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ആ കഅബയെ പോലെയാകണം ഒരു സത്യവിശ്വാസിയായ മനുഷ്യന്, ഒരു യഥാർത്ഥ മുസ്ലിം കഅബാലയത്തെ പോലെയാകണമെന്നാണ്. ആ കഅബാലയത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒരുപാട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, ടൂറ് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, നിങ്ങൾ എത്ര ആഗ്രഹത്തോടെ ടൂറ് പോകുന്നവരാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഈ പരിശുദ്ധമായ റമളാൻ അവസാനിച്ച് പെരുന്നാൾ കടന്നു വരികയാണ്. നീ ഇപ്പോഴേ തീരുമാനമെടുക്കുകയാണ് കുടുംബസമേതമൊന്ന് കറങ്ങാൻ പോകാൻ. അപ്പൊ പടച്ചവനെ, നീ ഒരു സ്ഥലം പറയുമ്പോ ഭാര്യ പറയുന്നു നമ്മൾ അവിടെ പോയതാണ്, ബാംഗ്ലൂർ പോയതാണ്, മൈസൂർ പോയതാണ്, ഗോവയിൽ പോയതാണ്, ദുബൈയിൽ പോയതാണ്. ഓരോ സ്ഥലം പറയുമ്പോഴും പോയ സ്ഥലമാണെങ്കിൽ നിന്റെ മക്കളും നിന്റെ ഭാര്യയും പറയുകയാ അവിടെ പോയതാ, അവിടെ പോയതാ, നമുക്ക് വേറെ ഒരു സ്ഥലത്ത് പോകാം. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, കഅബാലയത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? ആ കഅബാലയത്തിൽ നീ 1,00,000 പ്രാവശ്യം പോയാലും പടച്ച റബ്ബേ, പിന്നെയും പിന്നെയും ആ കഅബാലയത്തിലേക്ക് പോകാൻ നീ കൊതിക്കുകയാണ്, നീ ആഗ്രഹിക്കുകയാണ്. നിനക്ക് മതി വരുന്നില്ല, നിനക്കും മടുക്കുന്നില്ല. കഅബാലയത്തിലേക്ക് പോകുന്ന കാര്യം പറയുമ്പോ ഞാൻ പോയതാണ്, അതുകൊണ്ട് വേറെ ഒരു സ്ഥലത്ത് പോകാം എന്ന് ഈമാനുള്ള ഒരാളും പറയാറില്ല. കാരണം അത് കഅബാലയത്തിന്റെ പ്രത്യേകതയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ എത്ര പ്രാവശ്യം പോയാലും മതി വരുന്നില്ല. ആ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്ന് അവസാനം വിടവാങ്ങലിന്റെ തവാഫ് നടത്തിയിട്ട് ആ പരിശുദ്ധമായ കഅബയുടെ മുമ്പിൽ നിന്ന് നീ മടങ്ങുമ്പോ അറിയാതെ നിന്റെ കണ്ണ് നിറഞ്ഞു പോവുകയാ, നിന്റെ ഹൃദയമൊന്ന് കിടുങ്ങുകയാണ്. ആ കഅബാലയത്തിനോട് നീ സലാം പറഞ്ഞു മടങ്ങുമ്പോ നിന്റെ കണ്ണ് നിറയുകയാണ്. വീണ്ടും വീണ്ടും വരാനുള്ള അവസരം തരണേ പടച്ചവനെ എന്ന് 1000 വട്ടം ആ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്ന് പറയുകയാണ്. മടങ്ങി വരുമ്പോ പിന്നെയും പിന്നെയും ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് നിറകണ്ണുകളോടെ ഇറങ്ങി വരുമ്പോ അത് കഅബാലയത്തിന്റെ പ്രത്യേകതയാണ്. വല്ലാത്ത സുഗന്ധമാണ്. അവിടെ പോയവർക്ക് പിന്നെയും പോകാൻ ആഗ്രഹമാണ്. എത്ര കണ്ടാലും മതി വരുന്നില്ല. ഇത് കഅബാലയത്തിന്റെ പ്രത്യേകതയാണ്. ഇതുപോലെയാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവും അതുപോലെ തന്നെയാണ്. നബിതങ്ങളെ കണ്ടാ മതി വരൂല, നബിതങ്ങളുടെ മുമ്പിൽ ഇരുന്നാ കൊതി തീരൂല, നബിതങ്ങളോട് സംസാരിച്ചാ മടുപ്പ് തോന്നൂല. അല്ലാഹുവിന്റെ റസൂലിനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമടോ. നബിതങ്ങളെ കണ്ടവർക്ക് അങ്ങനെയാണ്. പടച്ചവനെ, നബിതങ്ങളെ കാണാതെ അവർക്ക് സമാധാനമില്ല. അതുകൊണ്ടാണ് നബിതങ്ങളുടെ സ്വഹാബിയായ പടച്ചവനെ സബുവാനിന്റെ ചരിത്രം പറയുന്നത്. എന്തു പറ്റിയെന്ന് നബിതങ്ങൾ ചോദിക്കുമ്പോ എല്ലും തോലുമായി അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനോട് അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, എന്തു പറ്റി സൗബാ? വല്ല രോഗം
രോഗവുമാണോ സൗബാ? വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്താണ് സംഭവമെന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് രോഗമൊന്നുമില്ല നബിയേ, എനിക്ക് മനസമാധാനമില്ല നബിയേ, വല്ലാത്ത ടെൻഷനാണ് നബിയേ, വല്ലാത്ത ടെൻഷനാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, നിന്റെ ടെൻഷൻ എന്താണ്? ആ ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയെ കാണാതെ വന്ന വല്ലാതെ ടെൻഷനാകുന്നു നബിയേ, ഉറങ്ങാൻ പറ്റുന്നില്ല നബിയേ, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, നബി തങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്. അതുപോലെയാകണം നമ്മളും. ഒരു മുസ്ലിമായി ജീവിക്കണമടോ. ഒരു മുസ്ലിമിന്റെ ജീവിതം കണ്ടാൽ, ഒരു സത്യവിശ്വാസിയായ മനുഷ്യന്റെ ജീവിതം കണ്ടാൽ മറ്റുള്ളവരെ നോക്കുകയാണ്. ഇങ്ങനെ വേണം ജീവിക്കാൻ, ഇങ്ങനെ വേണം ജീവിക്കാൻ. നമ്മളുടെ ശത്രുക്കൾ പോലും കുതിച്ചു പോകുന്ന ജീവിതം വേണം നമ്മൾ നയിക്കാൻ. അങ്ങനെയാണ് 1400 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിന്റെ ജീവിതം. അതാ ആ ജീവിതം കണ്ടിട്ടാണ് പലരും ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. കൊടും ശത്രുക്കൾ പോലും അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരാറ് കാരണമായത് അവരുടെ സ്വഭാവമാണോ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, പടച്ചവനെ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, യമനിലെ രാജാവാണ് സുമാമ. സുമാമ എന്ന് പറയുന്ന യമാമിയതാ യമനിലെ രാജാവുണ്ടല്ലോ, അവൻ അല്ലാഹുവേ പരിശുദ്ധമായ ദീനിനോട് വല്ലാത്ത എതിർപ്പാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ ഒരുപാട് പാപിശം പരിശ്രമിച്ചവനാണ്. സുമാമ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ നബി തങ്ങളെ കൊല്ലാൻ നോക്കിയവനാണ്. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ അവിടുന്ന് രക്ഷപ്പെടുത്തുകയാണ്. നബി തങ്ങളെ കൊല്ലാൻ പറ്റാത്തത് കാരണം സുമാമയതാ ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നുകളയുകയാണ്. ഒരുപാട് പേരെ കൊന്നുകളഞ്ഞു. ഇസ്ലാമിനോട് വല്ലാത്ത വെറുപ്പാണ്, മുസ്ലിമീങ്ങളോട് വല്ലാത്ത വെറുപ്പാണ്. അങ്ങനെ അവന്റെ ഉപദ്രവം കൂടിയപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് വന്ന് പരാതി പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, സുമാമയെ ആരുടെ കയ്യിൽ കിട്ടിയാലും കൊന്നു കളയണേ സ്വഹാബാ. അവൻ അത്രത്തോളം ഇസ്ലാമിനെ മുസ്ലിമീങ്ങളെ ഉപദ്രവിച്ചവനാ. അവനെ കൊന്നു കളഞ്ഞേര്, അവനെ കിട്ടിയാ കൊന്നുകളയാറ്. അത്രത്തോളം അവൻ ദ്രോഹം ചെയ്തവനാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ സ്വഹാബത്ത് തെരഞ്ഞു നടക്കുകയാണ്. സുമാമയെ സ്വഹാബത്ത് തെരഞ്ഞു നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാതിരാത്രിയിൽ പടച്ചവന് അസമയത്ത് ഒരു മനുഷ്യനെ കിട്ടുകയാണ്. ആരാണെന്നറിയില്ല. അവന്റെ സ്വഭാവം അവന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും സംശയമുണ്ടാക്കുകയാണ്. അങ്ങനെ മദീനയിൽ നിന്നൊരു മനുഷ്യനെ കിട്ടുകയാ. സ്വഹാബത്ത് അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവന്നു മസ്ജിദ് നബവിയിൽ കൊണ്ടുവന്ന് കെട്ടിയിടുകയാണ്. നബി തങ്ങൾ വരട്ടെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നിട്ട് ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കട്ടെ. ഇവൻ ഇസ്ലാമിന്റെ അനുകൂലിയാണോ അതോ ഇസ്ലാമിനെ തകർക്കുന്നവനാണോ? അതാ മനസ്സിലായില്ല ആളാരാണെന്ന്. അവിടെ നിന്ന് മസ്ജിദ് നബവിയിൽ കൊണ്ടുവന്ന് കെട്ടിയിടുകയാണ്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പള്ളിയിലേക്ക് കടന്നു വന്നു. നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, ഇന്നലെ രാത്രി ഒരു മനുഷ്യനെ കിട്ടി നബിയേ, അവന് വല്ലാത്ത സംശയം തോന്നുകയാണ്, അതുകൊണ്ട് അങ്ങ് വന്നിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പള്ളിയിൽ കെട്ടിക്കിട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്ന മനുഷ്യന്റെ ചാരത്തേക്ക് ചെല്ലുമ്പോ ആരാ
കിടക്കുന്നതെന്നറിയോ? ആരെയാണ് പള്ളിയിൽ കൊണ്ടുവന്ന് കെട്ടിക്കിട്ടിരിക്കുന്നതെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ചോദിക്കുന്നു, സ്വഹാബാ, ഈ കിടക്കുന്നത് ആരാണെന്നറിയുമോ സ്വഹാബാ? ഈ പള്ളിയുടെ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്നത് ആരെയെന്നറിയോ? സ്വഹാബത്ത് പറയുന്നു, അറിയില്ല നബിയേ, അറിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇവനാണ് സുമാമ. എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളയാ നബി തങ്ങൾ പറഞ്ഞ, ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നുകളഞ്ഞ, അല്ലാഹുവിന്റെ പ്രവാചകനെ കൊല്ലാൻ പരിശ്രമം നടത്തിയ ആ സുമാമയാണ് പള്ളിക്കകത്ത് കൊണ്ട് പള്ളിയുടെ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്നത്. സഹാബത്ത് മുഴുവനും ചാടി എഴുന്നേക്കുകയാണ്. എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അവനെ ഒന്ന് കൊന്നുകളയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഓരോ സഹാബത്തും കൊതിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ആരോടെങ്കിലും പറയുമെന്ന പ്രതീക്ഷയോടെ സഹാബത്ത് മുഴുവനും കാത്തു നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, സുമാമയ ഒരാള് പോലും തൊട്ടുപോകാൻ പാടില്ല സഹാബാ. ഒരാള് പോലും സുമാമയെ തൊട്ടു പോകാൻ പാടില്ല. സഹാബത്തിന് അപ്രതീക്ഷമായി പോയി. നബി തങ്ങളുടെ ഈ വാക്ക്, നിങ്ങൾ ഒരാള് പോലും സുമാമയെ തൊട്ടു പോകാൻ പാടില്ല. സുമാമ ഒരു രാജാവാണ്, ഒരു കുറവും വരുത്താൻ പാടില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ സുമാമയ്ക്ക് ഭക്ഷണം കൊടുക്കണേ, നിങ്ങൾ പാല് കൊണ്ടുവന്ന് കൊടുക്കണേ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പനയാണ്. സഹാബത്തിന് വല്ലാത്ത വിഷമം തോന്നി. എന്നാലും നബിതങ്ങൾ പറഞ്ഞതാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ സ്വഹാബത്ത് വീട്ടിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുകയാണ്. പാല് കൊണ്ടുവന്ന് സുമാമയ്ക്ക് കൊടുക്കുകയാണ്, സുമാമയ്ക്ക് കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുമാമയോടൊന്നും മിണ്ടിയില്ല. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുമാമയുടെ ചാരത്ത് വന്നിട്ട് നബി തങ്ങൾ ചോദിക്കുന്നു, മാദാ ഇൻദക യാ സുമാമ? അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, സുമാമ, എന്തുണ്ട് വിശേഷം, എന്തുണ്ട് വിശേഷം? സുമാമയുടെ മറുപടി എന്തെന്നറിയുമോ? ഇന്ദിയാ മുഹമ്മദ് ഖൈർ. നബി തങ്ങളോട് പറയുന്നു, മുഹമ്മദേ, എനിക്ക് സുഖമാണ്. നിനക്ക് കൊല്ലണമെങ്കിൽ എന്നെ കൊല്ലാ, എന്നെ വെറുതെ വിടണമെങ്കിൽ നിനക്ക് വെറുതെ വിടാ, നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാ. സുമാമയുടെ മറുപടിയാണ്. നബിതങ്ങളൊന്നും മിണ്ടിയില്ല. രണ്ടാമത്തെ ദിവസമായി അല്ലാഹുവിന്റെ പ്രവാചകന് രണ്ടാമതും സുമാമയോട് ചോദിക്കുന്നു. നബിതങ്ങൾ വന്നിട്ട് ചോദിച്ചു, സുമാമ, സുഖമാണോ സുമാമ? രണ്ടാമത്തെ ദിവസവും അതേ മറുപടിയാണ്. മൂന്നാമത്തെ ദിവസം നബിതങ്ങളെ കടന്നു വന്നു. സുമാമയോട് ചോദിച്ചു, സുമാമ, സുഖമാണോ? ആദ്യത്തെ ദിവസം പറഞ്ഞ അതേ മറുപടി തന്നെയാണ് പറയുന്നത്. 3 ദിവസം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അടിച്ചു വിട്ടേക്ക് സ്വഹാബാ. സുമാമയെ അഴിച്ചു വിടാ പറയുകയാണ്. അല്ലാഹുവേ, സ്വഹാബത്തവിടം അഴിച്ചു വിട്ടു. സുമാമ ഇറങ്ങി പോവുകയാണ്. സഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ നിൽക്കുകയാണ്. സുമാമ എവിടെ നിന്ന് പടച്ചവനെ കുറച്ച് മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ സുമാമ തന്റെ വാഹനം അവിടെ നിന്ന് കെട്ടിയിടുകയാണ്. എന്നിട്ട് പടച്ചവനെ അവിടെ ഇറങ്ങി തന്റെ കൈകാലുകൾ കഴുകുകയാണ്. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്. മസ്ജിദ് നബവിയിൽ നിന്ന് ഇറങ്ങിപ്പോയ സുമാമ കൈകാല് കഴുകിയിട്ട് അതാ മസ്ജിദ് നബവിയിലേക്ക് മടങ്ങി വരികയാണ്. സ്വഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ സുമാമ യഥാ നബിതങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു വന്ന് പരിശുദ്ധമായ ശഹാദത്ത് കലിമ പറഞ്ഞ് ദീനിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട്
എന്നിട്ട് സുമാമ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന മുഖം അങ്ങയുടെ മുഖമാ. ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്ത മുഖം അങ്ങയുടെ മുഖമാ. എന്നാൽ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന മുഖം അങ്ങയുടെ മുഖമാണ്. ഏറ്റവും വെറുത്ത നാട് മദീനയാണ്. ഇന്നെനിക്ക് ഏറ്റവും ഇഷ്ടം മദീനയോടാണ്. ആ സുമാമയുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് വഅദായിരുന്നില്ല. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അതാ നബിതങ്ങളുടെയും സ്വഹാബത്തിന്റെയും ജീവിതമായിരുന്നു. ഒരു യഥാർത്ഥ മുഅ്മിനിന്റെ ജീവിതമാണ് ഏറ്റവും വലിയ ഉപദേശം. അത് കണ്ടാ മതിയടോ, അത് കണ്ടാ മതിയടോ. അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരാൻ ഒരു മുസ്ലിമിന്റെ ജീവിതം കണ്ടാ മതി. അതുകൊണ്ടാണ് പണ്ട് പലരും പറഞ്ഞത് എന്റെ അയൽവാസി ഒരു മുസ്ലിമാണ്, എന്റെ അയൽവാസി ഒരു മുസ്ലിമാണ് എന്ന അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്നെല്ലാം അറിയടോ, ഇന്ന് മുസ്ലിമിനെ കാണുമ്പോ പേടിക്കുകയാണ്, മുസ്ലിമിനെ ഭയത്തോടെ കാണുകയാണ്, അവന്റെ വസ്ത്രം നോക്കിയിട്ട് വിലയിരുത്തുകയാണ്. ഇന്ന് പലരും വിമർശിക്കുകയാണ്. പലതിനും കാരണം അതാ ഈ രാജ്യത്ത് നടക്കുന്ന പലതിനും കാരണം മുസ്ലിമാണ് എന്ന് മുസ്ലിം സമുദായത്തെ മുദ്രകുത്തപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവര്, മുസ്ലിം സമുദായത്തെ എല്ലാവരും ഒറ്റ സംഘമായി നിന്ന് ആക്രമിക്കുകയാണ്. ഇതിന്റെ കാരണം നമ്മൾ പഠിക്കണമടോ. നമ്മുടെ ജീവിതം മാറിപ്പോയത് കൊണ്ടാണ്, നമ്മുടെ ജീവിതം മാറിപ്പോയത് കൊണ്ടാണ്, നമ്മൾ ഖുർആനിൽ നിന്നകന്നത് കൊണ്ടാണ്, അല്ലാഹുവിന്റെ ദീനിനെ വലിച്ചെറിഞ്ഞത് കൊണ്ടാണ്. അതുകൊണ്ട് പരിശുദ്ധമായ റമളാനിന്റെ ഏറ്റവും മഹത്വമേറിയ രാവിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ ആ പുണ്യമായ ദിനം നമ്മുടെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ആ ഖുർആനിന് പറയാനുള്ളതാ, ആ ഖുർആനിന് പറയാനുള്ളത് എന്താണെന്നൊന്ന് മനസ്സിലാക്കണേ. ആ ഖുർആൻ പറയുന്നതൊന്ന് കേൾക്കണേ, ആ ഖുർആൻ പറയുന്നതൊന്ന് ചിന്തിക്കണേ. അത് എനിക്കും നിങ്ങൾക്കും നന്നാകാൻ അല്ലാഹു തന്നതല്ലേ. അത് അള്ളാന്റെ കലാമല്ലേ, അത് അള്ളാന്റെ കലാമല്ലേ. ആ ഖുർആനിനെ എന്തേ നമ്മൾ പരിഗണിക്കാതെ പോകുന്നത്? അത് മരിക്കുമ്പോ മരണ വീട്ടിൽ എടുക്കാനുള്ള ഒരു ഗ്രന്ഥമായി നമ്മൾ കണ്ടുപോയടോ. റമളാനിന്റെ 27-ാം രാവിലെ മാത്രം എടുക്കാനുള്ള ഒരു പുസ്തകമായി അല്ലാഹുവിന്റെ ഖുർആൻ നമ്മൾ കാണുമ്പോ എന്തേ മുസ്ലിമേ, അത് അല്ലാഹുവിന്റെ കലാമല്ലേ. അതിന് കൊടുക്കേണ്ട പരിഗണന കൊടുത്തില്ലെങ്കിൽ നമുക്ക് നാശമാടോ. ആ ഖുർആനിന്റെ വിലയറിയുന്നില്ല, അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നില്ല, അതിന് കൊടുക്കേണ്ട സ്ഥാനം താടിയുള്ളവൻ പോലും കൊടുക്കുന്നില്ല. ഒന്നുമില്ലാതെ തൊടാൻ പാടില്ല, ഒന്നുമില്ലാതെ തൊടാൻ പാടില്ല. പടച്ചവനെ, ഖുർആൻ ഓതുന്നത് കിബിലയുടെ നേരെ ഇരുന്നിട്ട് വേണം, അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ നേരെ വേണം ഇരുന്ന് ഖുർആൻ ഓതാൻ. ആ ഖുർആൻ ഓതുമ്പോ ഒരു അദബുണ്ടല്ലോ, ഒരു മര്യാദയുണ്ടല്ലോ, ഇരിക്കേണ്ട രീതിയിൽ ഇരിക്കണമല്ലോ. ആ ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ ഇടയിൽ സംസാരിക്കാൻ പാടില്ലല്ലോ. ഓതുന്നവനും ആ പരിഗണനയില്ല, ഓതുന്നവനും ആ പരിഗണനയില്ല. കളിയാടോ തമാശയാടോ എന്തെന്നറിയുമോ? ആ ഖുർആനിന്റെ മഹത്വം അറിയാത്തത് കൊണ്ടാണ്. ആ ഖുർആനിനെ പേടിക്കണം ചെറുപ്പക്കാരാ. ഉമ്മമാരോട് ഉപ്പമാരോട് പറയുകയാ, അത് അല്ലാഹുവിന്റെ കലാമാ. അതിനെ പരിഗണിച്ചില്ലെങ്കിൽ നിനക്ക് നാശമാ. ആ ഖുർആനിനെ പേടിക്കണേ ചെറുപ്പക്കാരാ. ആ ഖുർആനിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞതെന്തെന്നറിയുമോ? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്. ഈ ഖുർആൻ അങ്ങാണം അല്ലാഹു ഒരു മലയുടെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ, ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ അല്ലാഹു ഇറക്കിയതെങ്കിൽ, സുബ്ഹാനല്ലാഹ്, ആ ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയന്ന് വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും ധൂളികളായി പോകുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഖുർആൻ
ഖുർആനിനെ കുറിച്ച് പഠിക്കടോ. ആ ഖുർആൻ പറയുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? വെറുതെ പാരായണം ചെയ്താ പോരാ, ഒരുപാട് ഖത്തമങ്ങ് തീർത്താ പോരാ. ഞാൻ 4 ദിവസം കൊണ്ടൊരു ഖത്തമോദി, ഞാൻ ഒരാഴ്ച കൊണ്ടൊരു ഖത്തമോദി എന്ന് പറയുന്നതിൽ കാര്യമില്ല പെങ്ങള്. അത് അള്ളാന്റെ കലാമാ. നീ അത് പാരായണം ചെയ്യുമ്പോ നീ അതിനെക്കുറിച്ച് പഠിക്കണേ, നീ അതിനെക്കുറിച്ച് പഠിക്കണേ. അത് നീ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണേ. ആ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒന്നാമത്തെ കാര്യം അതാടോ. നീ പഠിക്കു സഹോദരാ, നീ അള്ളാന്റെ ഖുർആനൊന്ന് പഠിക്ക്. നീ ആ ഖുർആനിനൊക്കൊന്ന് മനസ്സിലാക്ക്. ആ ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ, ആ ഖുർആൻ മനസ്സിലാക്കിയാൽ, ആ ഖുർആൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് എത്രയെത്രയോ മോശമായ ജീവിതം നയിച്ചവര് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പഠിക്കാൻ തയ്യാറായപ്പോ അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത്. എത്രയോ വൃത്തികെട്ടവന്മാര്, എത്രയോ മോശമായ ജീവിതം നയിച്ചവർ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഖത്താബിന്റെ മകൻ ഉമർ നന്നായതെങ്ങനാ? വഅദ് കേട്ടിട്ടാണോ? നിങ്ങളെ പോലെ വഅദ് കേട്ടിട്ടാണോ? പ്രഭാഷണങ്ങൾക്ക് പോയിട്ടാണോ? ഉസ്താദന്മാരുടെ ഉപദേശം കേട്ടിട്ടാണോ? ഖത്താബിന്റെ മകൻ ഉമർ ആരാണെന്നറിയോ? ഖത്താബിന്റെ മകൻ ഉമർ ആരാണെന്നറിയോ? ആ ഉമർ ആരാണെന്നറിയണമെങ്കിൽ ഒറ്റ ഒരു സംഭവം മതിയടോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അയൽവാസിയോട് വന്നിട്ട് പറയുകയാ, ഉമർ തങ്ങളുടെ അയൽവാസിയോട് ഒരാൾ വന്നിട്ട് പറയുകയാ, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. അയൽവാസിയുടെ മറുപടി എന്തെന്നറിയോ? അയൽവാസിയുടെ മറുപടി എന്തെന്നറിയോ? എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിയിട്ടിരിക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറ. എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിയിട്ടിരിക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കാം. ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കില്ല. അതായിരുന്നു ഖത്താബിന്റെ മകൻ ഉമറിന്റെ സ്വഭാവം. അങ്ങനെയാണ് ഖത്താബിന്റെ മകൻ ഉമറിന്റെ സ്വഭാവം. അങ്ങനെയായിരുന്നു. പടച്ച റബ്ബേ, അള്ളാന്റെ റസൂലിനെ കൊല്ലാ പോകുമ്പോഴാണ് അവിടെന്ന് പറഞ്ഞു, ഉമറേ, മുഹമ്മദിനെ കൊല്ലുന്നതിന് മുമ്പ് സ്വന്തം കുടുംബം പോയി നന്നാകടാ. നിന്റെ സഹോദരി ഫാത്തിമ മുസ്ലിമായിരിക്കുകയാണ്. പടച്ചവനെ വീട്ടിലേക്ക് കടന്നു ചെന്നു, കൂടപ്പറപ്പിനെ എടുത്ത് തല്ലുകയാണ്, തല്ലിച്ചതയ്ക്കുകയാണ്. അവസാനം തന്റെ സഹോദരിയുടെ ശരീരത്തു നിന്ന് രക്തമിങ്ങനെ ഒഴുകുമ്പോ ഉമറിന്റെ കോപമെല്ലാം തീർന്നു. രക്തത്തിൽ കുളിച്ചിരിക്കുന്ന കൂടപ്പറപ്പിനെ കണ്ടപ്പോ ഉമറിന്റെ മനസ്സൊന്ന് ശാന്തമാവുകയാണ്. അവിടെന്ന് ചോദിക്കുന്നു, ഫാത്തിമ, നീ എന്തോ പാടുന്നത് കണ്ടല്ലോ ഫാത്തിമ, എന്താണ് നീ പാടിയത്? അവിടെന്ന് പറഞ്ഞു, ഞാൻ പാട്ടുപാടിയതല്ല, ഞാൻ അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയതാണ്. ഒന്ന് ഓതിത്തരുമോ? സൂറത്തു ത്വാഹ അധ്യായം അവിടെ നിന്ന് 2-3 ആയത്തങ്ങ് ഓതിക്കഴിഞ്ഞപ്പോ സൂറത്തു ത്വാഹയുടെ തുടക്കത്തിലെ 4 ആയത്തങ്ങ് ഓതിക്കഴിഞ്ഞപ്പോ ഖത്താബിന്റെ മകൻ ഉമർ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് പൂച്ചക്കുട്ടിയെ പോലെ നടന്നു വരികയാണ്. ഖത്താബിന്റെ മകൻ ഉമർ വരുന്നത് കണ്ടപ്പോ സ്വഹാബത്ത് പേടിച്ചു പോയടോ. സ്വഹാബാക്കള് പലരും പേടിച്ചു പോയി. എന്നാ മഹാനായ സയ്യിദുനാ ഹംസ റളിയല്ലാഹു തആല അൻഹു ഖത്താബിന്റെ മകൻ ഉമറിനെ തടഞ്ഞു നിർത്തിയിട്ട് അവിടെന്ന് പറഞ്ഞു, ഉമറേ, മുസ്ലിം ആകാമെന്നതാണെങ്കിൽ നിനക്ക് ഇതിനകത്ത് കയറിയിട്ട് ജീവനോടെ മടങ്ങി പോകാ. അല്ല, അള്ളാന്റെ റസൂലിനെ ഉപദ്രവിക്കാമെന്നതാണെങ്കിൽ നീ ജീവനോടെ ഇതിനകത്ത് നിന്നും മടങ്ങി പോകൂല. ഉമറിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഉമറിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ അങ്ങനെ തടഞ്ഞു നിർത്തിയിട്ട് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഉമറിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് ഖുർആനിലെ ഒരായത്താ.
അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാനും നിങ്ങളും എത്ര ആയത്ത് ഇന്നത്തെ ദിവസം തന്നെ കേട്ടു. ഉമർ ഉസ്താദ് എനിക്ക് മുമ്പ് പ്രസംഗിച്ചല്ലോ. ആക്കോട് ഉസ്താദ് ഖുർആനിന്റെ ആയത്തുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ. എന്തു മാറ്റമാ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത്. എത്രയോ കള്ളുകുടിയന്മാര്, പെങ്ങള്, എടാ ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് എത്രയോ പേര് നന്നായടാ. ഒരുപാട് കള്ളുകുടിയന്മാര്, ഒരുപാട് കൊലപാതകം നടത്തിയവർ, കൊട്ടേഷൻ സംഘങ്ങളുടെ നേതാക്കന്മാര് പോലും നന്നായല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാണ്. ആ ചെറുപ്പക്കാരന്റെ ഏറ്റവും വലിയ ഹോബി ഏതാണെന്നറിയോ? ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ, ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ പെണ്ണിനെ ശാരീരികമായി ബന്ധപ്പെടാതെ സമാധാനമുണ്ടാകില്ല. അത് ഫുളൈലിന്റെ ഒരു ഹോബിയാണ്. പടച്ചവനെ അപ്പടാട് ഒരു സ്വാരികത്തായ, പടച്ചവനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിനെ കാണിച്ചു കൊടുത്തിട്ട് കൂട്ടുകാര് പറഞ്ഞു, ഫുളൈലേ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ അവളെയൊന്ന് കീഴ്പ്പെടുത്തടാ. കൂട്ടുകാരവിടെന്ന് പറയുമ്പോ ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ പെണ്ണിന്റെ പുറകിൽ നടക്കുകയാണ്. തന്റെ ആഗ്രഹങ്ങൾ പറയുകയാണ്. എത്ര പറഞ്ഞിട്ടും ആ പെണ്ണ് വഴങ്ങി കൊടുക്കുന്നില്ല. അവസാനം ആരാരുമില്ലാത്ത ഒരു രാത്രിയിൽ ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ആരോഗ്യവാനായ ചെറുപ്പക്കാരൻ ആരാരുമില്ലാത്ത സമയത്ത് ആ പെണ്ണിന്റെ വീടിന്റെ അകത്തേക്ക് അതിക്രമിച്ച് കിടക്കുകയാണ്. വീടിന്റെ അകത്ത് കയറി ആ പാവപ്പെട്ട പെണ്ണിനെ കീഴ്പ്പെടുത്തുകയാണ്. എന്നിട്ട് അവിടെ അതാ വ്യഭിചരിക്കാൻ, ആ പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ പോവുകയാണ്. പടച്ചവനെ ആ പെണ്ണിനെ കീഴ്പ്പെടുത്തിയിട്ട് ആ പെണ്ണിന്റെ രണ്ട് കാലുകൾക്കിടയിൽ ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഇരിക്കുമ്പോ അടുത്ത വീട്ടിലിരുന്നിട്ട് ഒരു ഉമ്മ ഇങ്ങനെ ഖുർആൻ ഓതുകയാ. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും പടച്ചവനെ അടുത്ത വീട്ടിലിരുന്ന് ഒരു പ്രായം ചെന്ന ഉമ്മ ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് നോക്കുമ്പോ അതുവരെ നിലവിളിച്ച പെണ്ണുണ്ടല്ലോ, എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് നിലവിളിച്ച കരഞ്ഞ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് ഫുളൈലിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ആ പെണ്ണ് ഫുളൈലിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. കണ്ണിങ്ങനെ നിറയുന്നുണ്ട്. ആ പാവപ്പെട്ട പെണ്ണിരുന്ന് കരയുന്നുണ്ട്. ഫുളൈൽ ചോദിച്ചു, എന്തേ നീ കിടന്ന് നിലവിളിക്കാത്തത്? ഇത്രയും നേരം നിലവിളിച്ചല്ലോ, ഇത്രയും നേരം എന്നെ ചെയ്യല്ലേ എന്ന് കിടന്ന് കരഞ്ഞല്ലോ, എന്തേ പെണ്ണെ നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അപ്പോഴാണ് ആ പെണ്ണ് ചോദിക്കുന്നു, ഫുളൈലേ, അല്ല ചോദിക്കുന്നത് കേട്ടില്ലേടാ? അല്ല ചോദിക്കുന്നത് കേട്ടില്ലേ? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നന്നാകാ സമയമായില്ലേടാ, നന്നാകാ സമയമായില്ലേ? എത്ര ആസ്വദിച്ചു ഫുളൈല്, അല്ലാഹനെ മറന്ന് നടന്നില്ലേ? നിനക്ക് നന്നാകാ തോന്നുന്നില്ലേ? ആ ഒറ്റ ഒരായത്ത് കേട്ടപ്പോ ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നിറകണ്ണുകളോടെ ഇറങ്ങി പോവുകയാണ്. പടച്ചവനെ ആ ഫുളൈൽ പിന്നെ ആരായി മാറിയെന്ന് ചരിത്രം പറയുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ വെറുതെ ഓതിയാ പോരാ, നീ അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണേ, നീ അതിനെ ആദരിക്കണേ, നീ അതിനെ ബഹുമാനിക്കണേ. അല്ലാഹു പറയുന്നത് നീയൊന്ന് കേൾക്കണേ, അതനുസരിച്ച് ജീവിക്കാൻ നീ തയ്യാറാകണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര ആയത്ത് കേട്ടിട്ടും ഒരു മാറ്റമില്ലടോ, എന്തെല്ലാം പറഞ്ഞു കൊടുത്തിട്ടും ഒരു മാറ്റമില്ല. ഈ സമുദായത്തിനെ പോലെ ഉപദേശം കേൾക്കുന്ന വേറെ ഒരു സമുദായം ലോകത്തില്ല. ഈ മുസ്ലിമീങ്ങളെ പോലെ ഉപദേശം കേൾക്കുന്ന, ജനിച്ചപ്പോ തന്നെ ബാങ്കുമിക്കാമത്തും കൊടുക്കുകയാണ്, അവിടെ നിന്ന് തുടങ്ങിയ ഉപദേശമാണ്. ഉമ്മ ഉപദേശിച്ചു, വാപ്പ ഉപദേശിച്ചു, കാരണവന്മാർ ഉപദേശിച്ചു. പടച്ചവനെ മദ്രസയായി, അവിടെ നിന്നിങ്ങനെ പഠിച്ചു വഅദ് കേട്ട് മജ്ലിസുകൾ ഓരോന്നായി, ഓരോ ദിവസവും ഖുർആൻ കേൾക്കുന്നവരാണ്. പക്ഷേ മാറ്റമില്ല.
ഒരു മാറ്റവുമില്ല. പ്രായം ചെന്ന വാപ്പയ്ക്ക് പോലും നന്നാകാ തോന്നുന്നില്ല. റമദാനിൽ നോമ്പ് പിടിച്ചിട്ട് ഏഷണിയും പരദൂഷണവും പറഞ്ഞു നടക്കുകയാണ്, തമ്മിലടിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സർവ്വ ഇബ്ലീസിനെയും അല്ലാഹു പിടിച്ചു കെട്ടിക്കിട്ടിരിക്കുന്ന മാസമാണ് റമദാൻ. എന്നിട്ടും എന്തേ പെങ്ങള് ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയാത്തത്? റമദാനായിട്ടും നന്നാകുന്നില്ല. അമുസ്ലിമീങ്ങൾ പോലും നോമ്പ് പിടിക്കുന്നു, അമുസ്ലിമീങ്ങൾ പോലും ഈ മാസത്തെ ബഹുമാനിക്കുന്നു. എന്നാ നമ്മുടെ സമുദായം നിസാരമാക്കുകയാണ്, അവര് കളിയാക്കുകയാണ്, ഇസ്ലാമിന്റെ ശിആറുകളെ മോശമാക്കുകയാണ്. പടച്ചവനെ, നിങ്ങൾ റമദാനില് മൊബൈൽ എടുത്ത് നോക്കിയാൽ തറാവീഹ് നിസ്കാരത്തിന്റെ വീഡിയോയാണ്. പടച്ചവനെ, കളിയാക്കുന്ന വീഡിയോകൾ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അതിനകത്ത് ആണുങ്ങളുമുണ്ട് പെണ്ണുങ്ങളുമുണ്ട്. അല്ലാഹുവേ, പടച്ചവനെ കളിയാക്കുകയാണ്. പെൺകുട്ടികൾ അതിന്റെ മുമ്പന്തിയിൽ നിൽക്കുകയാണ്. പടച്ചവനെ, സ്വർഗത്തെ പരിഹസിക്കുന്നവർ, സ്വർഗത്തെ പരിഹസിക്കുന്നവർ, നിസ്കാരത്തെ പരിഹസിക്കുന്നവർ, തറാവീഹിനെ കളിയാക്കുന്നവർ, അസ്തഗ്ഫിറുല്ലാഹ് നിസാരമാക്കുന്നവർ. പടച്ചവനെ, എന്തുകൊണ്ടാണ് ഈ സമുദായം ഇങ്ങനെ ആയതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കള്ളുകുടിയും കഞ്ചാവടിയും മയക്കുമരുന്നും. പടച്ചവനെ, ഒരു ഉമ്മ പറയുന്നു, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എന്റെ മകൻ ആദ്യമായിട്ട് ലഹരി ഉപയോഗിക്കുന്നത്. ഈ സദസ്സിലിരിക്കുന്ന 50 വയസ്സുള്ള വാപ്പാ, നീ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു മുറുക്കാൻ പോലും മുറുക്കാത്തവനാ, ഒരു വീടി പോലും വലിക്കാത്തവനാ. എന്നാ സ്വന്തം ഉമ്മ പറയുന്നു, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ മകൻ തുടങ്ങുകയാണ് പടച്ചവനെ കഞ്ചാവിന്റെ കൃഷി നടത്തുകയാണ്. ഇന്ന് മക്കള് കഞ്ചാവ് വളർത്തുന്ന കാലമാണ്. ഏതു കോലത്തിലാണ് കടന്നു വരുന്നതെന്നറിയില്ല. ലഹരി കിട്ടാതെ വന്നപ്പോ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ചുമയുടെ മരുന്ന് വാങ്ങിയിട്ട് ഒരു കുപ്പി മുഴുവനും കുടിക്കുകയാ. പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ കേട്ടിട്ടൊന്നും മാറ്റമില്ലടോ. ആ ഖുർആൻ കേട്ട് നിസാരമായി നടക്കുകയാണ്. പടച്ചവനെ, പ്രായമായിട്ട് എന്റെ വാപ്പ നന്നാകുന്നില്ല ഉസ്താദ്. വാപ്പയുടെ മുടി നരച്ചു, കൂടെ പിറപ്പുകളും കൂടെ പഠിച്ചവരും കബറിന്റെ അകത്തായി. എന്നിട്ടും എന്റെ വാപ്പ എന്തേ ഇങ്ങനെ നടക്കുന്നതെന്ന് സങ്കടം പറയുന്ന മക്കള്. പടച്ചവനെ, എന്റെ ഉമ്മ നന്നാകുന്നില്ലല്ലോ. നാവെടുത്ത ശപിക്കുകയാണ്, ചീത്ത വിളിക്കുകയാണ്, തലമറയ്ക്കുന്നില്ല. മോശമായ ജീവിതം എന്റെ ഉമ്മ നയിക്കുകയാണ്. എന്റെ ഉമ്മ നന്നാകുന്നില്ല എന്ന് പരാതി പറയുന്ന മക്കളുണ്ടല്ലോ. ഈ സദസ്സിലിരിക്കുന്ന മാതാപിതാക്കൾ, ഉസ്താദേ, എന്തുകൊണ്ടാണ് എന്റെ മക്കള് നന്നാകുന്നില്ല? അവന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവനാണ്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നവനാണ്, +1നും പഠിക്കുന്നവനാണ്. അവനെന്തേ ഇങ്ങനെയായി പോയത്? അവന് കഞ്ചാവടിക്കുന്ന ഉസ്താദ്, മോശമായ കൂട്ടുകെട്ടാണ്, ദുസ്വഭാവങ്ങളാണ്. വാപ്പയെ തല്ലാൻ കൈപൊക്കുകയാണ്, ഉമ്മാന്റെ നേരെ കിടന്ന് ചീത്ത വിളിക്കുകയാണ്. എന്റെ പൊന്നാര മക്കൾ എന്തേ ഇങ്ങനെ ആയി പോയത് എന്ന് സങ്കടം പറയുന്ന മുസ്ലിമേ, അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്തെന്നറിയോ? എത്ര ഉപദേശം കേട്ടിട്ടും നന്നാകുന്നില്ല, എത്ര വഅദ് കേട്ടിട്ടും നന്നാകുന്നില്ല. പെങ്ങന്മാരെ, മൊബൈൽ എടുത്ത് നോക്കിയാൽ എല്ലാവരുടെ മൊബൈലിലും വഅദുകളാണ്. ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ പ്രസംഗം ഇഷ്ടപ്പെടുന്ന പെങ്ങള് മൊബൈലിന്റെ അകത്ത് മുഴുവനും വഅദ് കൊണ്ട് നടക്കുകയാണ്. അതിന്റെ ഇടയിലാണ് സിനിമ കിടക്കുന്നത്, അതിന്റെ ഇടയിലാണ് വൃത്തികേടുകൾ കിടക്കുന്നത്, ആ മോശമായ വീഡിയോ കിടക്കുന്നത് പ്രസംഗത്തിന്റെ ഇടയിലാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, എന്നാൽ നിനക്കറിയുമോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ പരിശുദ്ധമായ ഖുർആനിന്റെ അകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പെണ്ണിനെ കാണിച്ചു തരികയാണ്, ഒരു പെണ്ണിന്റെ ചരിത്രം പറയുകയാണ്. എന്നിട്ട് ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങളോട് അല്ലാഹു പറയുകയാ, ഈമാനിന്റെ വിഷയത്തിൽ നിങ്ങൾ കണ്ടുപഠിക്കേണ്ടത് ഈ പെണ്ണിനെയാ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഒരു പെണ്ണിന്റെ ചരിത്രം പറയുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഈമാനിന്റെ വിഷയത്തിൽ ഈ പെണ്ണിനെ കണ്ടുപിടിക്കണം. ഈമാനിന്റെ വിഷയത്തിൽ നിങ്ങൾ കണ്ടുപഠിക്കേണ്ടത് ഈ പെണ്ണിനെയാ. ഈ പെണ്ണാരാ? ഏതെങ്കിലും നബിയുടെ ഉമ്മയാണോ? ഏതെങ്കിലും നബിയുടെ മകളാണോ? ഏതെങ്കിലും പ്രവാചകന്റെ ഭാര്യയാണോ? അല്ല, ഒരു സാധാരണ ഒരു മനുഷ്യന്റെ മോള്, ഒരു സാധാരണ ഒരു പെണ്ണ്, ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു പെണ്ണിനെ കാണിച്ചിട്ട് അല്ലാഹു പറയുന്നു,
ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങളെ നിങ്ങൾ ഈ പെണ്ണിനെ കണ്ടുപഠിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ പെണ്ണ് ജീവിതത്തിൽ ഒറ്റ വഴുത കേട്ടിട്ടുള്ളൂ. അതാണ് അതിന്റെ പ്രത്യേകത. ആ പെണ്ണ് തന്റെ ജീവിതത്തിൽ ഒറ്റ പ്രഭാഷണമേ കേട്ടിട്ടുള്ളൂ. ആ ഒരു വഴുത് കേട്ട പെണ്ണിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് കണ്ടുപഠിക്കാൻ. എന്നാൽ ഇന്നത്തെ പെണ്ണുങ്ങളോ നിറച്ചുകൊണ്ട് നടക്കുന്നുണ്ട് വഴുത്. നേരം വെളുത്ത പാതിരാത്രി 12 മണി വരെ ഏതെങ്കിലും ഉസ്താദിന്റെ വഴുത. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വല്ല മാറ്റം ഉണ്ടോ? ഇന്നലെ തന്നെ നിങ്ങൾ ആലോചിക്ക്. ഇന്നലെ രാവിലെ മോഹൻലാലിന്റെ ഏതോ ഒരു പുതിയ സിനിമയുടെ ടിക്കറ്റ് ഇറങ്ങി. ടിക്കറ്റ് വാങ്ങിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ ചാടി ഇറങ്ങുമ്പോൾ മാഷാ അല്ലാ എന്ന് പറഞ്ഞോണ്ടാ വരുന്നേ. മാഷാ അല്ലാ എന്ന് പറഞ്ഞോണ്ടാ വരുന്നത്. ടിക്കറ്റ് കിട്ടിയപ്പോൾ ഏത് റമദാൻ മാസത്തിൽ. നിങ്ങൾ ആലോചിച്ച് എവിടെ എത്തി നമ്മുടെ സമുദായം? നമ്മുടെ പെൺമക്കളെ ഇന്ന് കളിയാക്ക ഫർദയൊക്കെ ഇട്ടോണ്ടാണ്. മാഷാ അല്ലാ മാഷാ അല്ലാ അസ്തഗ്ഫിറുല്ലാ റമദാൻ വന്നു നന്നായിക്കോ കളിയാക്ക അല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒറ്റ വഴുത് കെട്ട പെണ്ണാണ് ആ പെണ്ണ്. ആരാണ് ആ പെണ്ണ്? ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങളോട് കണ്ടുപഠിക്കാൻ അല്ല പറഞ്ഞ പെണ്ണ് മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ. ആരാ ആസിയ? സാക്ഷാൽ ഫിർഔനിന്റെ ഭാര്യ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിർഔനിന്റെ ഭാര്യയാണ് ആസിയ. ആ ആസിയ ജീവിതത്തിൽ ഒറ്റ വഴുതാകട്ടെ. ആരുടെ വഴുതാകട്ടെ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രഭാഷണം. മൂസാ നബി ഫിർഔനിന്റെ മുമ്പിൽ പോയിട്ട് വഴുതു പറയുന്ന പ്രഭാഷണം കേട്ട് നന്നായ മഹദിയാണ് മഹദിയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ. ചരിത്രം വായിച്ചു നോക്കണം സമയമുണ്ടാകുമ്പോൾ. ആ മഹദിയുടെ ചരിത്രം വായിച്ചു നോക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ നമ്മൾ വഴുതു കേൾക്കുന്നുണ്ട്, നമുക്കൊന്നും മാറ്റം ഉണ്ടാകുന്നില്ല. എന്തേ അതിന്റെ കാരണം? എത്ര ഉപദേശിച്ചിട്ടും എൻ്റെ മകൻ നന്നാകുന്നില്ല ഉസ്താദെ. ഇവന്റെ ഹൃദയം എന്താ കരിമ്പാറയെ പോലെ ആയിപ്പോയോ? ഇയാൾ എന്തൊരു മനുഷ്യനാ, ഇത്ര പ്രായമായിട്ട് ഇയാൾ നന്നാകണില്ലല്ലോ. വാപ്പാനെ നോക്കിയിട്ട് പറയാ എന്തേ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം? എടോ, നിങ്ങൾ തലകുത്തി കിടന്ന് ഉപദേശിച്ചാലും അവര് കേൾക്കത്തില്ല. നമ്മളിനി എന്റെ കഅബാലയത്തിൽ കൊണ്ടിരുത്തിയിട്ട് വഴുതു പറഞ്ഞാലും അവര് കേൾക്കൂല. എത്ര കരഞ്ഞാലും അവര് കേൾക്കൂല. ഇനി നീ മരണവും നരകവും ഖബറും സ്വർഗം കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്താൽ അവര് നന്നാകില്ല. അതിന്റെ കാരണം എന്താ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ അവഗണിച്ചാൽ, ആ ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ വന്നാൽ, ആ ഖുർആനിന്റെ ആയത്തുകളെ നിങ്ങൾ കളിയാക്കിയാൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ശിക്ഷ വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലയഹ്തദു ഇദൻ അബദ. ഒരു കാലത്തും അവരുടെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ വെളിച്ചം കേറൂല. അല്ലാഹു പറഞ്ഞതാ വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലയഹ്തദു ഇദൻ അബദ. ഒരിക്കലും നന്നാകില്ലടോ. കാമുകന്റെ കൂടെ ചിരിക്കുന്ന മുഖത്തോടെയാണ് പെൺകുട്ടികൾ ഇറങ്ങി പോകുന്നത്. ഒരു നാണവുമില്ലാതെ നിസാരമായിട്ട് വാപ്പ കരഞ്ഞിട്ട് കാര്യമില്ല, ഉമ്മ കരഞ്ഞിട്ട് കാര്യമില്ല. ചിരിക്കുന്ന മുഖത്തോടെ കണ്ടവന്റെ കൂടെ ഇറങ്ങി പോകുമ്പോ ഉമ്മ ചിന്തിക്കുന്നു, എന്തു പറ്റി പടച്ചവനെ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, വഇദ ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഗൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അവരുടെ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാണ്. നീ പറയുന്നത് കേൾക്കണ്ടേ, നിങ്ങൾ പറയുന്നത് കേൾക്കണ്ടേ. നിന്റെ മകന്റെ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാ. പിന്നെ എങ്ങനെ അവൻ കേൾക്കുന്നത്? നിങ്ങൾ പറയുന്നത് അവന് കേൾക്കൂല. കാരണം ഫലമ്മാ സാഹു അസാ അല്ലാഹു ഖുലൂബഹും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നവരുടെ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാണ്. അവരുടെ ഹൃദയം സീലി വെച്ചിരിക്കുകയാണ്. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബ് സീലി വെച്ചിരിക്കുകയാ അവന്റെ ഹൃദയം. പിന്നെ എങ്ങനാ നന്നാകുന്നത്? അങ്ങനെയുള്ളവരാണ് വാപ്പയെ കൊല്ലാ പോകുന്നത്, അങ്ങനെയുള്ളവരാണ് ഉമ്മയെ കൊല്ലാ പോകുന്നത്. പടച്ചവനെ, ഇന്ന് വല്ലാത്ത അതിക്രമത്തിന്റെ കാലമാണല്ലോ പടച്ചവനെ. അതാ തിരുവനന്തപുരത്ത് നടന്ന കൊലപാതകം നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നല്ലോ.
ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ കേറിയിറങ്ങിക്കൊള്ളാ കൊല്ലുകയാണ്. പടച്ചവനെ ഉമ്മയെ അതാ സ്വന്തം കൂടപ്പിറപ്പിന് എല്ലാവരെയും നിസാരമായി കൊന്നിട്ട് തമാശ പറഞ്ഞ പോലെ ചിരിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി പോകുകയാണ്. ഇന്നത്തെ യുവത്വം ചിന്തിക്കടോ. കൂടെ പഠിക്കുന്ന തോളിൽ കൈകെട്ടുകൊണ്ട് നടക്കുന്ന കൂട്ടുകാര് അതാ സമപ്രായക്കാരെ തല്ലിക്കൊന്നിട്ട് വളരെ നിസാരമായിട്ട് പടച്ചവനെ അതിനെ അതാ ഇന്ന് കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, വല്ലാതെ ഭയപ്പെടേണ്ട ഒരു കാലമാ. അതുകൊണ്ട് മക്കളെ ഖുർആനിലേക്ക് കൊണ്ടുവന്നോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കൂ, അവൾക്ക് പറഞ്ഞു കൊടുക്കൂ. ആദ്യം നീ പഠിക്കൂ, എന്നിട്ട് നീ ആ ഖുർആൻ പറയുന്നതനുസരിച്ച് ജീവിക്കൂ, എന്നിട്ട് നിന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കൂ. അല്ലാതെ പടച്ചവനെ നീ ഖുർആൻ പറയുന്നതനുസരിക്കുന്നില്ല, നീ പാരായണം ചെയ്യുന്നില്ല, ആ ഖുർആൻ പറയുന്നത് നീ അനുസരിക്കുന്നില്ല, നീ നിസ്കരിക്കാതെ മക്കളോട് നിസ്കരിക്കാൻ പറഞ്ഞാൽ അവര് നിസ്കരിക്കൂല, നീ തലമറയ്ക്കാതെ മക്കളോട് തലമറയ്ക്കാൻ പറഞ്ഞാൽ അവര് മറയ്ക്കൂല. അതുകൊണ്ട് പെങ്ങളെ ആദ്യം നീ നന്നാകൂ, എന്നിട്ട് മക്കളെ നന്നാക്കാൻ പരിശ്രമിക്കൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അല്ലാഹുവിന്റെ ഖുർആൻ ഇറങ്ങിയ മാസമാ. ആ ഖുർആനിലേക്ക് മടങ്ങണേ, ആ ഖുർആൻ പാരായണം ചെയ്യണേ. മഹാനായ ഇമാം ശാഫി റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ റമളാനിൽ 60 ഖത്തം ഓതുമായിരുന്നു. 60 ഖത്തമാണ് ഓതിയിരുന്നത്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ഓരോ രാത്രിയിലും ഖത്തം ഓതി തീർക്കുമായിരുന്നു. പടച്ചവനെ 2 റക്അത അതാ ഒറ്റ രാത്രിയിൽ ഖത്തം ഓതി തീർക്കുമായിരുന്നു. മഹാനായ സുഫിയാൻ സൗരി തങ്ങള് മഹത്തുക്കളായ പണ്ഡിതന്മാർ മുഴുവനും അല്ലാഹുവിന്റെ ഖുർആൻ ഓതാ തെരഞ്ഞെടുത്ത മാസമാണ് റമളാൻ. 21ാമത്തെ നോമ്പ് പിടിച്ചു കൊണ്ടിരിക്കുന്ന വാപ്പാ, 60 ഖത്തം ഓതണ്ട, 60 ഖത്തം ഓതണ്ട, 6 പേജെങ്കിലും ഓതിയോ വാപ്പാ, 6 പേജെങ്കിലും ഓതിയോ? പെങ്ങളെ പരിശുദ്ധമായ ഖുർആനൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ടോ? പാരായണം ചെയ്ത നബിതങ്ങൾ പോലും ഖത്തമോദിയ മാസമല്ലേ റമളാൻ. മൊബൈൽ കുത്തികെട്ട് സമയം കളയുന്നല്ലോ, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും റീൽസ് എടുത്ത് സമയം കളയുന്നല്ലോ. ഈ ഖുർആനിന്റെ വാർഷികത്തിന്റെ മാസമായ റമളാനിൽ നിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും ഒന്ന് ഓതി തീർക്കാൻ നിന്നെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ എന്തിനാ മുസ്ലിം എന്ന് പറഞ്ഞ് നടക്കുന്നത്?